അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ചെറിയ കാര്യത്തെ പറ്റിയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണോ? ആണെങ്കിൽ നമ്മൾ ഈ കഥയൊന്ന് നമ്മൾ കേൾക്കണം. നിങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അറിയാമോ? ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു, അല്ലേ? പക്ഷെ അദ്ദേഹം ഇന്ന് എവിടെയാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് പുണ്യ മദീനയിൽ അദ്ദേഹം ഉറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് എത്താൻ പറ്റിയോ? ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു ഒരാളെ തിരഞ്ഞെടുത്താൽ അത് തടയാൻ നമ്മൾ ആരുമല്ല. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ കുറ്റം ചെയ്തവരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് എന്നേക്കുമായി എല്ലാ തെറ്റുകളിൽ നിന്നും മാറി സ്വർഗം കിട്ടാനുള്ള ഒരു വഴി അതാണ്, അല്ലേ? നമ്മൾ മറ്റുള്ളവർ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ നല്ല നന്മകളെ നമ്മൾ എന്തിനു അവർക്ക് വേണ്ടി കൊടുക്കണം? നിങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരിക്കും, പക്ഷെ ഒരാൾക്ക് പോലും നമ്മൾ 1 രൂപ പോലും വെറുതെ കൊടുക്കില്ല, അല്ലേ? എല്ലാവരുമല്ല, കൊടുക്കുന്നവരുണ്ട്. എന്നാലും കൂടുതൽ പേരും ആർക്കും 1 രൂപ പോലും വെറുതെ കൊടുക്കില്ല. അങ്ങനെയുള്ള നമ്മൾ കുറച്ച് ഇബാദത്ത് ചെയ്തിട്ട് അതിൻ്റെ വലിയ ഭൂരിപക്ഷം ഭാഗവും മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും? വെറുതെ എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മുടെ നന്മകളെ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ 5 നേരം ഇബാദത്ത് ചെയ്യുകയും ദിക്ർ ഓതുകയും ഖുർആൻ ഓതുകയും ഒക്കെ ചെയ്തിട്ട് മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിച്ചാൽ അതിൽപ്പരം ഒരു ശിക്ഷ വേറെ ഉണ്ട്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. പടച്ച റബ്ബിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണ്, ഇല്ലേ? അങ്ങനെ വരുമ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമാണ് ഈ ദുനിയാവിലുള്ളത്? മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ വലിച്ചു കീറാൻ നമ്മൾ ആരുമല്ല. അവരുള്ളതായിക്കോട്ടെ അവരിൽ ഇല്ലാത്തതായിക്കോട്ടെ, ഇതൊന്നും പറയാൻ നമ്മൾ ഈ ദുനിയാവിലെ ആളല്ല. കാരണം അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരും അള്ളാഹുമായിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. അതിൽ നമുക്ക് ഇടപെടാനുള്ള അനുവാദമേ ഇല്ല. ഇടപെട്ട് നമ്മുടെ നന്മകളെ നമ്മൾ വെറുതെ അവർക്ക് കൊണ്ടു കൊടുക്കുവാണ്. നമ്മുടെ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു ആരെങ്കിലും നമ്മളെപ്പറ്റി കണ്ണീരോട് പരാതി പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സൂക്ഷിക്കണം. കാരണം ആ കണ്ണീരിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ആരെയും മനസ്സിനെ നോവിക്കാതിരിക്കുക. എത്രയൊക്കെ നമുക്ക് പറ്റുന്നോ അത്രയൊക്കെ നമ്മളവരെ നോവിക്കാതെ, ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ, മറ്റൊരു കാര്യത്തിൽ അനാവശ്യമായി ചെന്ന് ചാടാതെ, ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സഹായിക്കാം. പക്ഷെ ഒരാളുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലാവരുത്. പകരം രഹസ്യമായി അവരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ച് അവരിലുള്ള തെറ്റുകളെ നമുക്ക് തിരുത്താൻ ശ്രമിക്കുക. പകരം ഒരു പൊതുസമൂഹത്തിൽ അവരെ ആത്മാഭിമാനത്തെ നമ്മൾ വലിച്ചു കീറിയാൽ നാളെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മൾ. അതൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഈ ദുനിയാവിൽ നടന്നു പോകുന്നത്. ഒരുപാട് പേര് മറ്റുള്ളവരെന്നെ കുറ്റം പറയുന്നു എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് പലരും കളിയാക്കിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വേദനയായിട്ടുണ്ടായിട്ടില്ലേ? വേദന ഇപ്പോഴും പലരെയും ഇന്ന ആളെന്നെ കളിയാക്കിയല്ലോ ഇന്നും അതൊന്നും മറക്കാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. അവരുടെ മനസ്സിലെന്നും അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. ആര് കളിയാക്കിയാലും അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. അല്ലെങ്കിൽ ആരെന്തെങ്കിലും പറഞ്ഞ് നമുക്കത് വേദനയായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. ആ വേദന ഒരിക്കലും മാറുകയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ എന്തൊക്കെ വേദനയായിട്ട് തോന്നുന്നു അത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കുക. അതാണ് നമുക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിക്കാതിരിക്കുക. അങ്ങനെ നോവിച്ചാൽ പിന്നെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചതിന് എന്ത് ഗുണമാണുള്ളത്? ഇനി ഒരാളുടെ തെറ്റുകളെ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരോട് രഹസ്യമായി സംസാരിക്കുക. അവരോട് പ്രൈവറ്റായി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ നിങ്ങളിങ്ങനെയാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ ഈ ദുനിയാവിലെ ആരെയും ഒരു രീതിയിലും ഒന്നും പറയാൻ നമ്മൾ ആരുമല്ല. ഇത് റജബാണ്. റജബ് ഷഹബാനിലോട്ടും ഷഹബാൻ റമളാനിലോട്ടും എത്തുന്ന സമയം വളരെ കുറച്ച് സമയം. ഈ സമയത്ത് പരിശുദ്ധനായ റബ്ബിനോട് നമ്മൾ 5 നേരം നമസ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ആരുടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വായിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അവരോട് ക്ഷമ ചോദിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാവോ നമ്മുടെ പ്രവൃത്തിയോ ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്.